പഠിക്കുന്ന സമയത്ത് അതിന്റെ കുട്ടികൾക്ക് മടുപ്പ് ഫീൽ ചെയ്യാറുണ്ടോ? ആ ഒരു സമയത്ത് ആരെങ്കിലും ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി മാത്രം യൂട്യൂബിൽ വന്ന് മോട്ടിവേഷൻ എന്ന് സെർച്ച് ചെയ്ത് അത് കണ്ട് മോട്ടിവേറ്റഡ് ആയി പഠിക്കാനിരുന്നവരാണ് നമ്മളിൽ പലരും. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ആ മോട്ടിവേഷൻ പകുതിക്ക് എവിടെയോ വെച്ച് നമ്മൾ നഷ്ടപ്പെട്ടു പോവാണ് അല്ലെ. നമുക്ക് പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ വരുന്നില്ല. ആക്ച്വലി ഇതിന് പിന്നിൽ നടക്കുന്ന സത്യാവസ്ഥ എന്താണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങളുടെ പാരന്റ്സിനെയാണോ പറ്റിക്കാൻ നോക്കുന്നത്, ടീച്ചേഴ്സിനെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? അല്ല, നിങ്ങളെ പറ്റുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ കോപ്പി അടിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പഠിക്കാതെയാണ്. മോട്ടിവേഷൻ കോപ്പി അടിച്ചാൽ ശരിയാവില്ല. പഠിച്ചു തുടങ്ങണം, മുന്നോട്ട് പഠിക്കണം. പത്ത് മണിയാ, ഒന്നും പഠിച്ചില്ലേ? അവന്മാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്മളെ കൊണ്ടൊന്നും കുട്ടിയൊക്കെ കൂടില്ല. നാളെ പഠിക്കാം. എന്താണ് റിയാലിറ്റി എന്നുള്ളത് എന്റെ കുട്ടികളെ കണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്കും സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഡിസ്ട്രാക്ഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മൾ എല്ലാവരും മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്, അതിനിടയിൽ ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എന്താണ് അവസാനം റിഗ്രറ്റിലേക്ക് പോകുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് വെറും 3 പോയിന്റ്സ് എന്റെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ട് നമ്മുടെ സ്റ്റഡീസിന്റെ ടൈമിൽ ഉണ്ടാകുന്ന ഈ ഡിസ്ട്രാക്ഷൻസിനെ കൺട്രോൾ ചെയ്ത് മാറ്റിവെക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് 10 മിനിറ്റ്സ് റൂൾ. എന്ത് ചെയ്യുമ്പോഴും ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുക നിങ്ങളുടെ സെൽഫിനെ. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് പല ഡിസ്ട്രാക്ഷൻസ്, നിങ്ങൾക്ക് വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വാട്സാപ്പ് നോക്കാൻ തോന്നും, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണാൻ തോന്നും. നിങ്ങൾ ഒരു 10 മിനിറ്റ് സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ആ 10 മിനിറ്റ് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളൊന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ പഠിക്കണമെങ്കിൽ സോഷ്യലിന്റെ, ഇപ്പോൾ നിങ്ങൾ എസ് എ പഠിക്കണമെങ്കിൽ ആ എസ് ഒന്ന് വായിച്ച് നോക്കുക. അല്ലെങ്കിൽ മാത്സിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലം ഒന്ന് ചെയ്ത് ആ ഒരു ഫ്ലോയിലേക്ക് എത്തുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് 10 മിനിറ്റിന് ശേഷം നിങ്ങൾ ആ ട്രാക്കിലേക്ക് വന്നിട്ട് ഈസി ആയിട്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ധൈര്യമായിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ്. അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് ആകെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ചിലപ്പോൾ പഠിക്കാനിരുന്ന ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തോന്നും, ഒരു മിനിറ്റ് നേരത്തെ ഒന്ന് ഫോൺ നോക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തേക്ക് ഫോൺ നോക്കാം. അങ്ങനെ നമ്മൾ ആ ഫോൺ എടുത്ത് അവിടെ തീർന്നു. കാരണം ആ ഒരു 10 മിനിറ്റ് പിന്നെ അരമണിക്കൂറായി, 1 മണിക്കൂറായി, പിന്നെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. പകരം നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ മൈൻഡിനോട് പറയാം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോൺ നോക്കാം, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? TV കാണാം. അങ്ങനെ നമ്മൾ ആ 10 മിനിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ പിന്നെ പഠിക്കുന്നത് 1-2 മണിക്കൂറുകളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു 10 മിനിറ്റിനെ കൺട്രോളിലാക്കാൻ പറ്റിയാൽ നിങ്ങൾ വിജയിച്ചു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ് നോ റിഗ്രറ്റ്. അതായത് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ ഇന്ന് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യാണ്, എന്താണ്, നമുക്ക് 6 മണിക്കൂർ പഠിക്കണം. ഇന്നത്തെ ഒരു ദിവസം 6 മണിക്കൂർ പഠിക്കണം എന്നൊക്കെ ഞാൻ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്തു. പക്ഷെ എന്നെ കൊണ്ട് ആകെ 3 മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഒരു കുട്ടി എന്താ ചെയ്യാം? നമുക്ക് വിഷമായിരിക്കും, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് 6 മണിക്കൂറൊക്കെ പ്ലാൻ ചെയ്ത് എന്നെ കൊണ്ട് ഇത്രയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കും. പകരം നിങ്ങൾ എന്നെ ആലോചിക്കുക, ചില ആൾക്കാരുണ്ട് നേരെ തിരിച്ചാലോചിക്കും, ഞാൻ പഠിച്ചല്ലോ, അങ്ങനെ ആലോചിക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരാൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാൾ അത്രയെങ്കിലും ചെയ്തല്ലോ. ഒരിക്കലും മുന്നോട്ട് പോകില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചില ബ്രേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാലും അതിലൂടെ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ നോക്കുക. 6 മണിക്കൂർ പഠിക്കണം വിചാരിച്ചിട്ട് 3 മണിക്കൂർ പഠിച്ചാലും നമ്മള് 3 മണിക്കൂർ പഠിച്ച കണ്ടന്റ് നമ്മുടെ ഉണ്ടല്ലോ, അത് വെച്ച് ഹാപ്പി ആവാൻ നോക്കുക. അതിൽ കൂടുതൽ റിഗ്രറ്റ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഈ 3 മണിക്കൂർ പോലും പഠിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്രയെങ്കിലും ചെയ്തല്ലോ. 3 മണിക്കൂർ ഇന്ന് എന്നെ കൊണ്ട് പറ്റി, അത് നാളെ എന്താക്കുക, 4 മണിക്കൂറാക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടിക്കൊണ്ട് ഒറ്റയടിക്ക് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത്രയും നാളും പഠിക്കാതെ ഇപ്പൊ ഒരു വെക്കേഷൻ ടൈം അത് കഴിഞ്ഞ് ഒറ്റയടിക്ക് ഒരാൾക്കും സ്റ്റാർട്ടിംഗ് ട്രബിൾ എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് എല്ലാവർക്കും സാറിനായാലും മിസ്സിനായാലും ഒക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ അതൊന്നും നമ്മൾ ഡൗൺ ആക്കാനുള്ള ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ആരും എടുക്കണ്ട. നമുക്ക് കംബാക്ക് തിരിച്ചടിക്കാനായിട്ട് എല്ലാവിധ കഴിവുണ്ടെന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക. അത്രമാത്രം ചെയ്താൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതെന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാം. 2 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്തായിരിക്കും കൂട്ടത്തിൽ നമുക്ക് വരുന്ന മറ്റൊരു പ്രശ്നമാണ് കമ്പാരിസൺ. നമ്മള് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരന്റെ പേര് വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനെ നോക്കിയാ വിഷ്ണുവിന് നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ട്.
നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പലർക്കും അതൊരു ബോധർ ചെയ്യേണ്ട സംഭവമായിട്ട് വരും. നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ചവരായിരിക്കും, ചിലപ്പോ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരായിരിക്കും. എന്നിട്ട് അവന് മാർക്ക് കൂടുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു വിഷമം വരും. പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ചിലപ്പോൾ അവന് നമ്മുടെ മാർക്ക് നമ്മളെക്കാൾ മാർക്ക് കൂടാനുള്ള സാധ്യത എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, നമ്മളെക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്തുകൊണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ വിഷ്ണു എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ഇത്ര മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവാനുള്ള കാരണം എഫേർട്ട് എടുത്തുകൊണ്ടായിരിക്കും. അടുത്തൊരു എക്സാമിൽ നമ്മൾ എന്താ ചെയ്യുക, അതിനേക്കാൾ കൂടുതൽ എത്തിക്കാൻ നമുക്കറിയാം. നമ്മൾ കമ്പയർ ചെയ്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക, നമ്മുടെ 100. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ടൈം സെറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു സമയത്ത് നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്താൽ അത് എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇതൊന്നും പഠിക്കാനൊന്നും പറ്റില്ല, എൻ്റെ കൂട്ടുകാരൻ എത്രയും മാർക്ക് ഉണ്ട്, അത് ഞാൻ അവന് ഒരുപോലെയാണ് പഠിക്കുന്നത്, എന്നിട്ട് അവന് എന്നെക്കാളും കൂടുതൽ മാർക്ക് ഉണ്ടെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട ഒരു സെൽഫായിട്ടൊന്ന് സന്തോഷം കണ്ടെത്താൻ നോക്കുക. നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ പൂർണ്ണമായിട്ട് സംതൃപ്തനാവാനായിട്ട് ശ്രമിക്കുക. അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കമ്പാരിസൺ നിങ്ങൾ നിർത്തുക. അപ്പൊ ഇത് കാണുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും ഇത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ കുട്ടികളുടെ മാർക്ക് വെച്ച് നിങ്ങൾ ഒരിക്കലും എന്താ മറ്റുള്ള കുട്ടികളുടെ മാർക്ക് വെച്ച് ഇങ്ങനെ അതൊരിക്കലും ചെയ്യരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഓണം എക്സാം കഴിഞ്ഞു, അടുത്ത ക്രിസ്മസ് എക്സാം വരിക, അവന്റെ മാർക്കിനെ വെച്ച് കമ്പയർ ചെയ്യാം. ഓണം എക്സാമിന് കിട്ടിയ മാർക്കിനേക്കാളും അവന് മാർക്ക് കൂടുതലുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ ഇമ്പ്രൂവ് ചെയ്തു. അല്ലാതെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയേക്കാൾ മാർക്ക് കൂടുതലുണ്ടോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്, കഴിഞ്ഞ എക്സാമിനേക്കാൾ മാർക്ക് അവന് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അവൻ ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് തെളിവ്. ഇങ്ങനെ വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. അപ്പൊ ഈ പറഞ്ഞ 3 പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക.